ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള 1 കിലോയുടെ റെഡ് വെൽവെറ്റ് കേക്കുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതിൽ ഓളൊന്ന ഓപ്ഷൻ മറക്കല്ലേ. ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക. ഇനി അഥവാ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിട്ടുള്ള പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആറിയതിന് ശേഷം എടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ കൊക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് ലൈറ്റ് കളർ കൊക്കോ പൗഡർ തന്നെ എടുക്കുക. അതാവുമ്പോഴാണ് നമ്മൾ കേക്കിന് നല്ലൊരു കളർ വരുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ 2-3 തവണ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് പൊങ്ങി വരില്ല കേക്ക്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബട്ടർ ഒന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. മുഴുവൻ പഞ്ചസാര ഒരേ സമയത്തിട്ട് ബീറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയും ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1 മുട്ട ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇതേപോലെ അടിച്ചെടുക്കാൻ. ബട്ടറിൽ മുട്ട ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സമയം ബീറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് ഇതിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട കുത്തുന്നത് പോലെ തോന്നും. മുഴുവനായിട്ട് ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ കട്ടയൊക്കെ അങ്ങ് പോവും. ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ പണിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാനിത് മുഴുവൻ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ റെഡും റോസ്ബെറി റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് കേക്കിന് നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ ഇതുകൂടി ചെയ്തിട്ട് നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടെ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ കളറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും കയ്യിലുള്ള കളറിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോസ് പാനിലാണ്. അപ്പോൾ സോസ് പാനിൻ്റെ അകത്ത് ഞാൻ ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് കുക്കറിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവൻ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെയിറ്റൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ക്ലിയർ ആണ്. നമ്മുടെ കേക്കൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ലെയർ ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം ചീസ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. ചീസ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചീസ് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് ക്രീം എടുക്കുന്ന സമയത്തും ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്പീഡ് കൂട്ടിയിട്ട് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ ഇതിനിടയിലായിട്ട് എയർ ബബിൾസ് കയറും. അപ്പോൾ നമ്മൾ ക്രീം വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസ് അതിൽ വരും. അപ്പോൾ അത് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലെത്തുന്ന സമയത്തും സ്പീഡ് കുറേശ്ശെയായിട്ട് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി ബീറ്റ് ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസ് ക്രീമുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളെ ചീസ് ക്രീമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്രീം ലൂസായി പോവും. കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് മുഴുവൻ ക്രീമും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കേക്ക് ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൽ നല്ലപോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീം ഇട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പാക്കി കൊടുക്കണം.
അപ്പോൾ ഇതിൽ ഞാൻ ഷുഗർ സിറപ്പ് ആക്കി അതിന് ശേഷം അടുത്ത ലെയർ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആട്ടോ. മറ്റെല്ലാ കേക്കിനേക്കാളും തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ ക്രംസ് കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ ക്രീം ആക്കി കൊടുക്കാം. മുകളിലത്തെ പോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ തന്നെ ക്രീം ആക്കി കൊടുക്കണം. ഇനി ഞാനൊരു ലെവലർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ക്രംസ് കോട്ടിങ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കോട്ടിങ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ലപോലെ ക്രീമാക്കി കൊടുക്കണം. ഇനി നമുക്ക് ലെവലർ വെച്ചിട്ട് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ബോർഡർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡർ കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗം ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ചെറിയൊരു അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയൊരു അടുപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ അടപ്പ് പൊന്തിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്ലവർ ഉണ്ടാക്കാം. ഞാനിവിടെ റോസ് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂണും ഫോർക്കും വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു ലീഫ് വരച്ച് കൊടുക്കാം. ഈ ഒരു കേക്കിൽ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗും നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയിട്ട് കാണണേ. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ മറക്കല്ലേ. Thank you.